നമസ്കാരം, ഞാൻ രശ്മി. ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോണത് തിരുവനന്തപുരം സദ്യയിലെ ഒഴിച്ചുകൂടാനാവാത്ത ഒരു ഐറ്റമാണ് ബോളി. ഇപ്പൊ ബോളി നമ്മൾ പല കടയിൽ നിന്നൊക്കെ വാങ്ങിച്ച് കഴിക്കുന്ന സമയത്ത് അതിന്റെ പല ടെക്സ്ചർ ആയിരിക്കും. ചിലപ്പോൾ നല്ല ഹാർഡായിരിക്കും, അരികൊക്കെ നല്ല ഹാർഡായിരിക്കും, നടുഭാഗം സോഫ്റ്റ് ആയിരിക്കും, ചിലത് ഫുൾ ഹാർഡായിരിക്കും. എന്നാൽ ഇതൊന്നും അല്ലാതെ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല എന്താ പതുപതാന്നിരിക്കുന്ന ബോളി നമുക്ക് വീട്ടിൽ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാം. ഇതൊന്നും ഒരു ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമേ അല്ല. ഈ ബോളി ഞാൻ തിരുവനന്തപുരത്ത് വന്നതിന് ശേഷമാണ് കാണുന്നത്. 20 വർഷമായി ഞാൻ തിരുവനന്തപുരത്ത് വന്നിട്ട്. പക്ഷെ ഇവിടുത്തെ ട്രിവാൻഡ്രം സദ്യ കഴിച്ചതിന് ശേഷം പിന്നെ എനിക്ക് നാട്ടിൽ പോയി സദ്യ കഴിക്കാൻ ഇഷ്ടമല്ല. കാരണം അത്രയ്ക്ക് എനിക്ക് ഈ ഒരു സദ്യ, ഇവിടുത്തെ തിരുവനന്തപുരം സദ്യ ഒത്തിരി ഇഷ്ടമാണ്. അതിൽ മെയിൻ ആയിട്ടുള്ള ഐറ്റം എന്ന് പറയുന്നത്, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതെന്ന് പറയുന്നത് തന്നെ ബോളിയാണ്. അപ്പൊ ഈ ബോളി ഉണ്ടാക്കാൻ ഇത്രയധികം എളുപ്പമാണെന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഉണ്ടാക്കി തുടങ്ങിയപ്പോൾ പിന്നെ നല്ല ഈസി ആയിട്ട് ഒരുപാട്, ഞാൻ എപ്പോഴും ഇപ്പം ബോളി ഇതുപോലെ തന്നെയാണ് ഉണ്ടാക്കാറ്. നല്ല പതുപതാന്നിരിക്കുന്ന നല്ല പഞ്ഞി പോലെ ഒന്നും പറയാൻ പറ്റില്ല, ഇങ്ങനെ എന്താ പറയാ, നല്ല സോഫ്റ്റ് ആയിട്ട് എല്ലാ ഭാഗവും ഒരേപോലെ സോഫ്റ്റ് ആയിട്ടുള്ള ബോളിയാണ്. പിന്നെ നമ്മൾ ഈ ബോളിയുടെ കൂടെ കൂട്ടി കഴിക്കുന്നത് പാൽപ്പായസമാണ്. സേമിയ പായസം കൂട്ടാം, അടപ്പായസം കഴിക്കാം, അരിപ്പായസം കഴിക്കാം. ഇതെല്ലാം ബോളിയുടെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടം അടപ്പായസമാണ് കേട്ടോ. പാലട പായസമാണ്. പാലട പായസത്തിന്റെ റെസിപ്പി ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സേമിയ പായസത്തിന്റെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അമ്പലപ്പുഴ പാൽപ്പായസത്തിന്റെ രുചിയുള്ള ഒരു പായസത്തിന്റെ റെസിപ്പി ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് കുക്കറിലാണ് ഉണ്ടാക്കുന്നത്, എളുപ്പത്തിൽ തയ്യാറാക്കാം. അപ്പൊ അതൊക്കെ കാണാത്തവര് ഒന്ന് കണ്ടു നോക്കുക. അതിന്റെ ലിങ്കൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അപ്പൊ ഈ പ്രാവശ്യത്തെ ഓണത്തിന് ഈ ഒരു ബോളിയും ആ പായസവും കൂടെ ഉണ്ടെങ്കിൽ കുശാലായി. ഞാൻ എന്തായാലും ഉണ്ടാക്കും, നിങ്ങൾ ഉണ്ടാക്കും തന്നെ വിശ്വസിക്കുന്നു. അപ്പൊ നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. അപ്പൊ നമുക്ക് ബോളി ഉണ്ടാക്കാനായിട്ട് ഒരു 1/2 കപ്പ് കടലപ്പരിപ്പ് ഒന്നെടുക്കാം. കടലപ്പരിപ്പ് തന്നെ വേണം കേട്ടോ, കടലപ്പൊടി ഒന്നും എടുക്കരുത്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. ഞാനൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതിലേക്കൊരു 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു നുള്ള് ഉപ്പിട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾ ഇട്ടിട്ടുണ്ട്. മഞ്ഞളൊന്നും അധികമുണ്ട് കേട്ടോ, 1/4 ടീസ്പൂൺ തന്നെ മതി. നമുക്ക് അടച്ചു വെച്ച് ഒറ്റ വിസിലിനങ്ങ് ഓഫായി കൊടുക്കാം. ഒരുപാട് സമയമായിട്ട് വിസിൽ കൊടുക്കുന്നതിൽ നല്ലത് 2 പ്രാവശ്യമായിട്ട് വേവിക്കുമ്പോഴാണ്. ഈ കടലപ്പരിപ്പ് സോക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, കുക്കറിലല്ലേ വേവിക്കുന്നത്. ഇതിപ്പം വെന്തിട്ടില്ല. ഇനി നമ്മൾ അടച്ചു വെച്ച് ഒറ്റ പ്രാവശ്യം കൂടെ, ഒരു വിസിലും കൂടെ വെച്ച് കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് വെന്തിട്ടുണ്ടാവും. ഇപ്പം 2ാമത്തെ പ്രഷറും പോയിട്ടുണ്ട്. നമുക്ക് തുറന്നു നോക്കാം. ഇപ്പം നന്നായിട്ട് വെന്തിട്ടുണ്ട്. എന്നാൽ വെന്തുടഞ്ഞ് അങ്ങ് പോയിട്ടൊന്നുമില്ല. നമ്മളിത് ഒരു പരിപ്പെടുത്ത് നോക്കുന്ന സമയത്ത് ഞെക്കുമ്പോഴത്തേക്കും നന്നായിട്ട് ഞെങ്ങി നല്ല സോഫ്റ്റായിട്ട് ഞെങ്ങി വരുന്നുണ്ട്. ഇത് കറക്റ്റായിട്ടുള്ള വേവാണ് കേട്ടോ. ഇതിനിപ്പം നമ്മളിപ്പം ഈ പരിപ്പാണേലും പയറാണേലും ഏത് ധാന്യങ്ങളാണേലും നമ്മൾ കുക്കറിൽ വേവിക്കുന്ന സമയത്ത് ഒരുപാട് സമയമായിട്ട് ഇങ്ങനെ വിസിൽ അടുപ്പിച്ച് നമ്മൾ ഗ്യാസും കളയും, അതിനോടൊപ്പം അത് ചിലപ്പം തുറന്നു നോക്കുമ്പോൾ വെന്തിട്ടും ഉണ്ടാവില്ല. അതേ സമയത്ത് ഇത് ഒന്നുകൂടെ അതേപോലെ ഒറ്റ വിസിലും കൂടെ വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. ഇത് നമുക്ക് വെള്ളം അങ്ങ് ഊറ്റി കളയണം. ഒരു അരിപ്പയിലേക്ക് ഒഴിച്ച് വെച്ച് കൊടുക്കാം. ആ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് പോട്ടെ, കുറച്ച് സമയം അവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് 1/2 കപ്പ് പഞ്ചസാര ഒന്ന് പൊടിച്ചെടുക്കാം. അതിലേക്ക് നമുക്ക് ഒരു 3-4 ഏലക്ക ഒന്ന് തൊലി കളഞ്ഞ് ഇട്ട് കൊടുക്കാം. നല്ല കാമ്പുള്ള വലിയ ഏലക്കയൊക്കെ ആണെന്നുണ്ടെങ്കിൽ 3 മതി. ഇതിപ്പോൾ അത്ര കാമ്പൊന്നും ഇല്ലാത്ത ഏലക്കയാണ്, അപ്പോൾ അതുകൊണ്ട് ഞാൻ 4 എടുക്കുന്നുണ്ട്. അത് നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇനി നമുക്കൊരു ബൗളിലേക്ക് 1/2 കപ്പ് മൈദയാണ് എടുക്കുന്നത്. ഇതിലേക്ക് ഒരു നുള്ള് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു തരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതെല്ലാം കൂടെ നമുക്കൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ടൊന്ന് ഞരടി പിടിപ്പിക്കാം, എല്ലായിടത്തോട്ടും ആ നെയ്യൊക്കെ ഒന്ന് മിക്സ് ആവാനായിട്ട്. ഇപ്പം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമ്മളിത് പൊടിച്ചു വെച്ചിരിക്കുന്ന പഞ്ചസാരയിൽ നിന്ന് ഒരു 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടിച്ചത് ഇട്ട് കൊടുക്കാം. ഇനി ഇത് ഞാനൊരു 1/4 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. ഈ വെള്ളം മുഴുവൻ നമുക്ക് ഇതിലേക്ക് വേണ്ടി വരില്ല. അപ്പോൾ കുറേശ്ശെ ഒഴിച്ച് വേണം കുഴയ്ക്കാനായിട്ട്. ഇപ്പം നല്ല ലൂസാക്കിയിട്ടാണ് കുഴച്ചെടുക്കുന്നത്. ഇപ്പം ഞാനിത് അപ്പോൾ കുഴച്ചിട്ടുണ്ട്. 1/4 കപ്പ് വെള്ളം മുഴുവൻ എടുത്തിട്ടില്ല, 1 ടേബിൾ സ്പൂൺ വെള്ളമൊക്കെ ബാക്കിയുണ്ട്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് കുഴച്ചെടുക്കണം. അപ്പോൾ ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട് നമുക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. 1 ടീസ്പൂൺ നല്ലെണ്ണ ഒഴിച്ചിട്ട് ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഒട്ടിപ്പിടിക്കുന്നതിനനുസരിച്ച് ഓരോ ടീസ്പൂൺ വെച്ച് നല്ലെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. നല്ലെണ്ണ ഒഴിക്കാൻ പേടിക്കൊന്നും വേണ്ട കേട്ടോ. നല്ലെണ്ണയുടെ ആ ഒരു ടേസ്റ്റ് ഒന്നും നമുക്ക് ഈ ബോളിയിൽ അങ്ങനെ അറിയേയില്ല. ഇപ്പം ഞാനൊരു 2-2.5 ടീസ്പൂണൊക്കെ എണ്ണ ചേർത്തിട്ടുണ്ട്. നന്നായിട്ട് ഇടയ്ക്കിടയ്ക്ക് എണ്ണ ചേർത്തങ്ങ് കുഴച്ചു കൊടുക്കാം. ഇപ്പം നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതുണ്ട്. ഇനിയിപ്പം ഈ ഒരു മാവിന്റെ പരുവം എന്ന് പറയുന്നത് നമ്മളിങ്ങനെ എടുത്ത് പൊക്കി പിടിച്ച് കഴിയുമ്പം അതങ്ങ് ഒരറ്റ പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ അതങ്ങ് ഊർന്ന് താഴോട്ട് വീഴും. അപ്പം അങ്ങനെ പൊട്ടിപ്പോവാതെ ഊർന്ന് താഴോട്ട് വീഴും. ഈ ഒരു പരുവാണ് വേണ്ടത് കേട്ടോ. അപ്പം അത്രയും വെള്ളത്തിന്റെ അളവ് ഇതിനകത്ത് വേണം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ബോളി
കഴിക്കാൻ സോഫ്റ്റ്നെസ് ഉണ്ടാവില്ല. ഇനി നമുക്ക് ഈ മാവങ്ങ് പരത്തി വെക്കാം. ഇപ്പോൾ പരന്ന പാത്രമാണെങ്കിൽ നമുക്ക് നല്ലോണം പരത്തി അങ്ങോട്ട് വെക്കാൻ പറ്റുമല്ലോ. നന്നായിട്ടൊന്ന് വിരൽ വെച്ചൊക്കെ ഒന്ന് പരത്തി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഈ എണ്ണ നമ്മൾ ഊറ്റി മാറ്റുന്നുണ്ട്, പക്ഷെ നമ്മുടെ ഈ മാവ് നല്ല സോഫ്റ്റ് ആവാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഈ നല്ലെണ്ണ ഒഴിക്കാൻ മടിയാണെന്നുണ്ടെങ്കിൽ സൺഫ്ലവർ ഓയിലും നെയ്യും കൂടെ ഈക്വൽ എമൗണ്ടിൽ എടുത്തിട്ട് അത് എടുത്ത് ഇതുപോലെ ഉപയോഗിച്ചാൽ മതി. അപ്പോൾ ഈ നല്ലെണ്ണയ്ക്ക് പകരം ആദ്യം കുറച്ചത് മിക്സ് ചെയ്ത് വെക്കുക, എന്നിട്ട് അത് നമ്മൾ ഒഴിച്ച് കുഴയ്ക്കാനും ഇങ്ങനെ സോക്ക് ചെയ്ത് വെക്കാനും എടുക്കാം. ഈ എണ്ണയ്ക്കകത്ത് അങ്ങ് മുങ്ങിക്കിടക്കണം. നമുക്ക് അടച്ചു വെച്ച് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇപ്പോൾ 1 മണിക്കൂറിൽ കൂടുതലായാലും കുഴപ്പമില്ല, 2 മണിക്കൂറൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടെ നല്ലത്. ഞാൻ പഞ്ചസാര പൊടിച്ചത് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാനേ. നമുക്ക് കടലപ്പരിപ്പ് ഒന്ന് പൊടിച്ചെടുക്കണം. ഇനി ഈ ജാറിലേക്ക് തന്നെ നമുക്ക് കടലപ്പരിപ്പ് ഇട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. അരച്ചല്ല എടുക്കേണ്ടത്, പൊടിച്ചാണ് എടുക്കേണ്ടത്. നമ്മൾ വെള്ളമൊന്നും ചേർക്കരുത്. പിന്നെ അത് മാത്രമല്ല, ഒരുമിച്ച് അങ്ങ് കടലപ്പരിപ്പ് മുഴുവനായിട്ട് ഇടരുത്. ഇപ്പം ഈ ഒരു ക്വാണ്ടിറ്റി തന്നെ ഞാൻ 2 പ്രാവശ്യമായിട്ടാണ് അരയ്ക്കുന്നത്. അപ്പം ഈ മിക്സിയുടെ ജാറിന്റെ പകുതി മാത്രമേ ഇടാവുള്ളൂ. അപ്പം അല്ലാന്നുണ്ടെങ്കിൽ എല്ലാ കടലപ്പരിപ്പും ഒരുപോലെ പൊടിഞ്ഞ് കിട്ടില്ല. കുറച്ച് മാത്രം പൊടിഞ്ഞ് കുറച്ച് പൊടിയാതെയൊക്കെ കിടക്കും. അത് നമുക്കതൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇതൊന്ന് കറക്കിയ സമയത്ത് ഈ സൈഡിലേക്കൊക്കെ പോയി പറ്റിയിരിപ്പുണ്ട്. അതൊന്ന് സ്പൂൺ കൊണ്ട് തട്ടിയിട്ട് കൊടുക്കാം. അപ്പോൾ ഇതൊരു 3-4 പ്രാവശ്യമൊക്കെ ഒന്ന് പൊടിച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്കും നന്നായിട്ട് പൊടിഞ്ഞിട്ടുണ്ട്. ഒരു പാത്രത്തിലേക്ക് മാറ്റാണ്. ഇനി ബാക്കി കടലപ്പരിപ്പും കൂടിയിട്ട് ഒന്ന് പൊടിച്ചെടുക്കട്ടെ. ഇപ്പം എല്ലാം പൊടിച്ച് എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ എടുക്കുമ്പോൾ തന്നെ അറിയാം, നമ്മുടെ ഇതിനകത്തൊട്ടും തന്നെ തരിയില്ല. എല്ലാം നല്ല ഫൈനായിട്ട് പൊടിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ പൊടിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ബോളി ഉണ്ടാക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടില്ല കേട്ടോ. അതിൽ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ തരികളൊക്കെ കാണും. അങ്ങനെയൊന്നും ഉണ്ടാവരുത്. എല്ലാം നല്ല സ്മൂത്തായിട്ട് പൊടിഞ്ഞിട്ടുണ്ടാവണം. ഇനി നമുക്കൊരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി അതിലേക്ക് നമുക്ക് ഈ കടലപ്പരിപ്പ് പൊടിച്ചതിട്ട് കൊടുക്കാം. ഇത് നമുക്കത് സിമ്മിലിട്ടിട്ട് ഒരു 10 മുതൽ 15 മിനിറ്റ് വരെ നെയ്യിലൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. ഒരുപാട് അങ്ങ് പൊടിഞ്ഞങ്ങ് പോണ്ട, നന്നായിട്ടൊന്ന് മൂത്ത് കിട്ടണം. ആ ഒരു പച്ചമണം മാറി നല്ലൊരു സ്മെല്ല് വരും. അതിപ്പോൾ ഇളക്കുന്ന സമയത്ത് ഇടയ്ക്കൊന്ന് കുറച്ച് നെയ്യൊന്ന് ഒഴിച്ചു കൊടുക്കാം. കുറേശ്ശെ നെയ്യൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഈ ഒഴിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ അതൊക്കെ സിമ്മിലിട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ നല്ല ആ ഒരു പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. നല്ലൊരു സ്മെല്ലാണ് കേട്ടോ. നെയ്യിൽ നമ്മുടെ ഈ കടലപ്പൊടി മൂത്തതിൻ്റെ നല്ലൊരു സ്മെല്ലാണ് വരുന്നത്. ഇനി നമുക്കതിലേക്ക് പൊടിച്ചു വെച്ചിരിക്കുന്ന പഞ്ചസാരയില്ലേ ബാക്കി അത് മുഴുവൻ അങ്ങ് ഇട്ട് കൊടുക്കാം. ഇത് മധുരം കറക്റ്റാണ് കേട്ടോ. ഈ ഒരു മധുരം നമ്മളിപ്പോൾ 2ലും കൂടെ വരുമ്പോഴത്തേക്കും, മൈദയിലും ഇതിലും കൂടെ വരുമ്പോഴത്തേക്കും കറക്റ്റ് മധുരമാണ്. ഈ പൊടിച്ചു വെച്ച പഞ്ചസാരയും കൂടി ഇട്ടിട്ട് ഒന്ന് ഇളക്കുമ്പോഴത്തേക്കും അതങ്ങ് ലൂസാവും. അതങ്ങ് കുഴഞ്ഞ് ഉരുട്ടിയെടുക്കുന്ന പരുവത്തിന് ആണ് എടുക്കേണ്ടത്. സിമ്മിൽ തന്നെ ഇടണം കേട്ടോ. ഹൈ ഫ്ലെയിമിലൊന്നും ഇടരുത്. കടലമാവ് ഒരുപാട് മൂത്തൊന്നും പോവുകയും ചെയ്യരുത്. അത് കണ്ടോ, അതങ്ങ് കുഴഞ്ഞ് ഉരുണ്ട് വരുന്നുണ്ട്. അപ്പോൾ അതൊരൊറ്റ ഉരുളയാക്കി കിട്ടിയിട്ടുണ്ട്. ഇത് മതി. നമുക്കെടുത്തൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഒരുപാട് അങ്ങ് തണുക്കൊന്നും വേണ്ട, ഉരുട്ടാൻ പാകത്തിന് മതി. ഇതിപ്പം 1 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് തുറന്നു നോക്കാം. ഇതാ എണ്ണയൊക്കെ അങ്ങനെ തന്നെ കിടപ്പുണ്ട് കേട്ടോ. എണ്ണയൊന്നും അങ്ങനെ അബ്സോർബ് ആവുമൊന്നുമില്ല. നമ്മളതങ്ങ് സോഫ്റ്റ് ആവാൻ വേണ്ടിയാണ് ഇങ്ങനെ എണ്ണയ്ക്കകത്ത് ഒന്ന് മൂക്കി വെച്ചത്. ഈ ഒരു കാര്യം സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. അപ്പം നമ്മുടെ ആ മാവിൻ്റെ ടെക്സ്ചർ തന്നെ മാറിയിട്ടുണ്ടാവും. ഞാൻ കാണിച്ചു തരാം. ഇനി നമുക്ക് ഈ എണ്ണ അങ്ങ് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇത് കണ്ടത് നമ്മുടെ ഈ ഒരു ഡോവിൻ്റെ ആ ഒരു ടെക്സ്ചർ കണ്ടോ, നല്ല സോഫ്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ എടുക്കുമ്പോൾ തന്നെ മനസ്സിലാവും മൈദയുടെ ഒരു കൂട്ടാണെന്നേ പറയില്ല ഇത്. ഞാനിതിന് ഒരു ചെറിയ ഉരുളയെടുത്ത് ഒന്ന് ഉരുട്ടിയെടുക്കുകയാണ്. നമുക്ക് എന്നിട്ടത് കുറച്ച് എണ്ണ നമ്മളിപ്പോൾ മാറ്റി വെച്ചില്ലേ, ഊറ്റി വെച്ച ആ എണ്ണ ഒന്ന് തൊട്ടിട്ട് ഒന്ന് പതുക്കെ നമുക്കൊന്ന് പരത്തി കൊടുക്കാം. കയ്യിൽ വെച്ച് മാക്സിമം എത്രത്തോളം തിന്നാക്കാൻ പറ്റുമോ അത്രത്തോളം അങ്ങ് തിന്നാക്കി പരത്തി കൊടുക്കാം. ഒരു ബുദ്ധിമുട്ടും ഇല്ല കേട്ടോ. നിങ്ങൾക്കറിയാലോ എൻ്റെ കൈയിൻ്റെ കാര്യം. എനിക്ക് ഇത് അത്രയ്ക്ക് ഒരു ഈസി ആയിട്ടാണ് ചെയ്യാൻ തോന്നുന്നത്. കാരണം വെച്ചാൽ നമ്മൾ തൊടുമ്പോൾ തന്നെ അങ്ങ് നന്നായിട്ടങ്ങ് പരത്തിയെടുക്കാൻ പറ്റുന്നുണ്ട്. ഇനി ഇതാ നമ്മൾ തണുക്കാനായിട്ട് മാറ്റി വെച്ച കടലപ്പരിപ്പിൻ്റെ മിക്സാണ്. അതൊന്ന് എടുത്ത് ഒരു ഉരുളയെടുക്കുകയാണ്. ഇതൊന്ന് ചെറിയ ഇളം ചൂടോടുകൂടി തന്നെ ഉരുട്ടിയെടുക്കാം. ഇനി ഈ ഉരുളയെടുത്ത് നമുക്ക് നടുക്കോട്ട് വെച്ച് സൈഡിൽ നിന്ന് മാവെല്ലാം കൂടി ഒരുമിച്ചങ്ങ് യോജിപ്പിച്ച് വെക്കാം. വലിച്ചങ്ങ് വെച്ചാൽ മതി. എന്നിട്ട് വലിച്ചു പിടിച്ച് എക്സ്ട്രാ വരുന്ന ആ മാവ് എടുത്ത് മാറ്റാം. നമ്മൾ ഈ ഒരു മൈദയുടെ കോട്ടിംഗ് എന്ന് പറയുന്നത് വളരെ തിന്നായിട്ടുള്ള ഒരു ലെയർ. ജസ്റ്റ് എന്താ പറയുക, ഈ കടലമാവിന് ഒരു പ്രൊട്ടക്ഷൻ അത് മാത്രമേ ഉള്ളൂ. നമ്മൾ പരത്തുന്ന സമയത്ത് അങ്ങ് പൊടിഞ്ഞു പോവാതിരിക്കാൻ. നമുക്ക് കടലമാവ് മാത്രമാകുമ്പോൾ നമുക്ക് പരത്തിയെടുക്കാൻ പറ്റില്ല. അപ്പോൾ അതിന് വേണ്ടി ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത് മാത്രമാണ് ഈ മൈദ. അത് മാത്രം വിചാരിച്ച് ചെയ്താൽ മതി. എന്നിട്ട് നമുക്ക് ഈ കൈവെള്ള വെച്ച് തന്നെ ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കാം. അപ്പോൾ ആ ഉള്ളിലുള്ള ആ ഫില്ലിങ് എല്ലായിടത്തോട്ടും ഒരേപോലെ അങ്ങ് ആയിക്കോളും.
ഇനി ഞാൻ ഒരു പ്ലേറ്റിലേക്ക് കുറച്ച് അരിപ്പൊടി എടുക്കുകയാണ്. നമ്മളിപ്പോൾ സാധാരണ പാക്കറ്റിലൊക്കെ വാങ്ങിക്കുന്ന അരിപ്പൊടിയില്ലേ, പത്തിരിപ്പൊടിയോ ഇടിയപ്പത്തിൻ്റെ പൊടിയോ ഏതായാലും കുഴപ്പമൊന്നുമില്ല. ഇനി അതിൽ നമുക്ക് ഈ ബോളൊന്ന് റോൾ ചെയ്യാം. എന്നിട്ട് പതുക്കെ നമ്മൾ സാധാരണ ചപ്പാത്തി പരത്തുന്ന പോലെ ഒന്ന് പരത്തിയെടുക്കാവുന്നേ ഉള്ളൂ. ഇപ്പോൾ ചപ്പാത്തി പരത്തുന്ന പോലെ ഒന്നും ഒരു ബുദ്ധിമുട്ടില്ല കേട്ടോ. എനിക്ക് തന്നെ പരത്താൻ നല്ല ഈസിയാണ്. അതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് നമുക്ക് പരത്തിയെടുക്കാം. അപ്പോൾ നല്ല തിന്നായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് എക്സ്ട്രാ വരുന്ന ആ പൊടിയൊക്കെ അങ്ങ് തട്ടിക്കളയാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അടുപ്പത്തിട്ട് ചുട്ടെടുക്കുമ്പോഴത്തേക്കും അതങ്ങ് കരിഞ്ഞു പിടിക്കും. അപ്പോൾ നമ്മൾ ആ പൊടി അങ്ങ് തട്ടിക്കളയാം. ഇപ്പോൾ മോള് ബാക്കിയെല്ലാം ഉരുട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും ഇതിപ്പോൾ 9 ഉണ്ട്. ഇപ്പോൾ ഞാൻ ഒരെണ്ണം പരത്തി. അപ്പോൾ മൊത്തം 10 ബോളിയാണ് ഇന്ന് നമ്മൾ ഈ ഒരു അളവ് കൊണ്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതേപോലെ തന്നെ അടുത്ത ഉരുള ഞാൻ ഒന്നെടുത്ത് ഉരുട്ടിയെടുക്കട്ടെ. അപ്പോൾ സദ്യക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ 10 പേർക്ക് ഈ ഒരു ഈ ഒരു ക്വാണ്ടിറ്റി മതി. പക്ഷെ ഞങ്ങളിപ്പം ഇതെല്ലാം ഒറ്റയടിക്ക് തന്നെ തീർക്കും കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഇവിടെ 2-3 പേർക്കും ഇഷ്ടം ബോളി. പായസം കൂടെ ഉണ്ടായി പിന്നെ കുശാലായി. പായസം ഇല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഇത് വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അതേപോലെ തന്നെ നന്നായിട്ടങ്ങ് പരത്തി കൊടുക്കുക. കയ്യിൽ വെച്ചിട്ട് നല്ല തിന്നാക്കി പരത്തിയിട്ട് നടുവിലേക്ക് നമുക്ക് കടലമാവിൻ്റെ മിക്സ് വെച്ച് കൊടുക്കാം. എക്സ്ട്രാ വരുന്ന നന്നായിട്ടങ്ങ് കവർ ചെയ്ത് എക്സ്ട്രാ വരുന്ന മാവങ്ങ് മാറ്റി കൊടുക്കുകയാണ്. നമുക്ക് കയ്യിൽ വെച്ച് തന്നെ ജസ്റ്റ് ഒന്ന് പരത്തിയിട്ടുണ്ട്. അരിപ്പൊടിയിലൊന്ന് മുക്കി എല്ലാം നന്നായിട്ടൊന്ന് കവർ ചെയ്യുക. എന്നിട്ട് പതുക്കെ ഒന്ന് പരത്തി കൊടുക്കുക. പരത്തുന്ന സമയത്തും കുറേശ്ശെ അരിപ്പൊടി ഒന്ന് വെതറിയിട്ട് പരത്താം. നല്ല ഈസി ആയിട്ട് പരത്തിയെടുക്കാൻ പറ്റും. ഇപ്പോൾ നമ്മൾ 2 എണ്ണം പരത്തിയെടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ചുട്ടെടുക്കാം. ഇതൊക്കെ പെട്ടെന്ന് ചുട്ടെടുക്കാം കേട്ടോ. ഒരുപാട് സമയം കല്ലിലൊന്നും ഇടണ്ട. അത് ഇപ്പം തീരെ ലോ ഫ്ലെയിമും ആവണ്ട, ഒരുപാട് ഹൈ ഫ്ലെയിമും ആവണ്ട, ഒരു ലോ മീഡിയം ഫ്ലെയിം അത് മതി. അതൊക്കെ ഉണ്ടാവും. ഇട്ട് കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും ഇങ്ങനെ കുമിള പോലെ ഇങ്ങനെ പൊങ്ങി വരുന്നുണ്ട്. അത് അപ്പുറത്തെ സൈഡ് ഇങ്ങനെ ചൂടായി കറക്റ്റായി ആയി വരുമ്പോഴാണ് അത് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ട് കൊടുത്ത് പതുക്കെ ഒന്ന് പ്രസ് ചെയ്യുമ്പോഴത്തേക്കും അത് മുഴുവനായിട്ട് നന്നായിട്ട് പൊങ്ങി വരുന്നുണ്ട്. ഒരുപാട് സമയം ഇടണ്ട കേട്ടോ. ഇനി ഞാൻ ഒന്നുകൂടെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുകയാണ്. തിരിച്ചിട്ടിട്ട് നമുക്ക് കുറച്ച് നെയ്യൊന്ന് തടവി കൊടുക്കാം. നെയ്യ് തടവുമ്പോൾ നല്ല നെയ്യിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് ബോളിക്ക് ഉണ്ടാവും. ഒന്നുകൂടെ തിരിച്ചിട്ട് നെയ്യ് തടവിട്ടുണ്ട്. ഇത് കല്ലിൻ്റെ മുകളിൽ ഒരുപാട് സമയം ഇടരുത് കേട്ടോ. പെട്ടെന്ന് തന്നെ എടുക്കണം. കാരണം ഇതിൽ നമ്മൾ എല്ലാം വെന്തതാണ്. ആ തിന്നായിട്ടുള്ള പുറമേ ഉള്ള ലെയർ മാത്രമേ ഉള്ളൂ ആവാനായിട്ട്. അപ്പോൾ അത് ഈ 2 സൈഡും വെക്കുമ്പോൾ തന്നെ ആയിട്ടുണ്ടാവും. അതേപോലെ അടുത്തതും കൂടി ഇടാണ്. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നെയ്യ് ഇട്ടതിന് ശേഷം അടുപ്പത്ത് കൂടുതൽ സമയം ഇടരുത്, മുരിഞ്ഞു പോകും. അവസാനം ലാസ്റ്റ് എടുക്കാൻ നേരത്ത് മാത്രം ജസ്റ്റ് ഒന്ന് നെയ്യൊന്ന് തടവി കൊടുത്താൽ മതി. ഞാൻ ഇപ്പോൾ സാധാരണ ഇതുപോലെ 2 എണ്ണം ഇട്ടിട്ടാണ് ഒരുമിച്ചാണ് ബോളി ഉണ്ടാക്കാറ് കേട്ടോ. 2 എണ്ണം പെട്ടെന്ന് കഴിയും. ഒരാൾ പരത്താനും ഒരാൾ ചൂടാനും ഉണ്ടെങ്കിൽ നമുക്കിതുപോലെ 2 എണ്ണം വെച്ചിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാം. ഇനിയിപ്പോൾ ഇങ്ങനെ പൊങ്ങി വന്നിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നല്ല ടേസ്റ്റ് തന്നെയായിരിക്കും. ഇപ്പോൾ പൊങ്ങി വരാൻ വേണ്ടി കുറേ സമയം ദോശക്കല്ലിലൊന്നും ഇട്ടേക്കരുത്. പെട്ടെന്ന് തന്നെ തിരിച്ചും മറിച്ചു വിട്ടങ്ങ് എടുത്തേക്കണം. അതുകൊണ്ട് ഇത്രയും മൈദയുടെ മാവ് ബാക്കിയുണ്ട്. ഇതിപ്പം 1/2 കപ്പൊക്കെ നമ്മൾ കടലപ്പരിപ്പ് എടുക്കുകയാണെങ്കിൽ 1/2 കപ്പ് തന്നെ ഞാൻ സാധാരണ എടുക്കാറില്ല. പക്ഷേ ഇപ്പം എല്ലാവരും ഇപ്പം ആദ്യമായിട്ടൊക്കെ ബോളി ഉണ്ടാക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ അത്രയും കൊണ്ട് തിന്നാക്കി പരത്താൻ പറ്റിയിട്ടില്ലെങ്കിൽ മൈദയുടെ മാവ് ചിലപ്പം തികയാതെ വരുമല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഈ 1/2 കപ്പ് തന്നെ എടുത്തത്. അങ്ങനെ നമ്മുടെ 10 ബോളി റെഡി ആയിട്ടുണ്ട്. ഇപ്പം ഞാനിതാ ഒരു പ്ലേറ്റിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണ്ടേ. അതാ ഇതാണ് കേട്ടോ നമ്മുടെ കുക്കർ പായസം. അമ്പലപ്പുഴ പായസത്തിൻ്റെ ഒക്കെ അതേ ടേസ്റ്റുള്ള ഒരു പായസമാണ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നില്ലേ. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം കേട്ടോ. എളുപ്പത്തിൽ തയ്യാറാക്കാം. ഇത്ര എളുപ്പത്തിൽ ഒരു പായസം ഉണ്ടാക്കാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് അത്ഭുതം തോന്നും. അത്രയും എളുപ്പമാണ്. കണ്ട. അപ്പോൾ ഇനി നമുക്ക് കഴിക്കാം. ഇത് കണ്ടോ, നല്ല സോഫ്റ്റ്, നല്ല പതപതാന്നിരിക്കുന്ന ബോളിയാണ്. ഞാനിതൊന്ന് കാണിച്ചു തരാം. അത് ലെയറായിട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലൊക്കെ വേറെ 2 ലെയറായിട്ട് വന്നിട്ടുണ്ട്. പരിശോധന നടത്തിയതാണ്. ഇനി നമുക്ക് കഴിക്കാം. ഇത് മുറിക്കുമ്പോൾ തന്നെ എത്ര സോഫ്റ്റ് ആയിട്ടാണ് വരുന്നത്. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ. അരികു പോലും നല്ല സോഫ്റ്റാണ്. ഞാൻ പലയിടത്തുനിന്നും ഇതുപോലെ ബോളി വാങ്ങിച്ച് പണ്ടൊക്കെ കഴിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ എനിക്ക് അരികൊക്കെ കുറച്ചൊരു ഹാർഡായിരിക്കും. പക്ഷെ നമ്മൾ വീട്ടിലുണ്ടാക്കുന്നത് നല്ല സോഫ്റ്റ് ആയിരിക്കും. പായസം കൂട്ടി കഴിക്കാൻ പോവാണേ. കഴിക്കട്ടെ. ചവയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്ത് ടേസ്റ്റാണെന്നറിയാം. അടിപൊളി, നല്ല കോമ്പിനേഷനാണ് കേട്ടോ ഈ ഒരു പായസവും ബോളിയും. അടപ്പായസവും നല്ല ടേസ്റ്റാണ്. പക്ഷേ ഈ ഒരു പായസം നല്ല ടേസ്റ്റാണ്. എൻ്റെ മോൾക്ക് ഏറ്റവും ഇഷ്ടം ഈ പായസവും ബോളിയും കൂടിയാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. സൈഡിൽ നിന്നൊക്കെ നോക്കിയാൽ സൈഡിൽ നിന്ന് മുറിക്കുന്ന സമയത്ത് എത്ര സോഫ്റ്റ് ആയിട്ടാണ് മുറിഞ്ഞു വരുന്നത്. ഒരു രക്ഷയില്ല കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്.
തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമാവും. പിന്നെ പലർക്കും ബോളിയുടെ എന്താന്ന് പോലും അറിയില്ല കേട്ടോ. നമ്മൾ തിരുവിതാംകൂറുകാർക്കാണെന്ന് തോന്നുന്നു ബോളിയുടെ പറ്റി കൂടുതലായിട്ട് അറിയുള്ളൂ. കാരണം ഞാൻ കോഴിക്കോട്ടുകാരിയായിരുന്നല്ലോ, എനിക്കറിയില്ലായിരുന്നു ബോളിയെ പറ്റി, ഒന്നും അറിയില്ലായിരുന്നു. അപ്പം അവിടെ ഉള്ളവർക്കൊന്നും എൻ്റെ വീട്ടിലാണെങ്കിലും സൈത്താൻ്റെ വീട്ടിലാണെങ്കിലും ആർക്കും ബോളിയെക്കുറിച്ച് അറിയില്ല. അപ്പം എനിക്കറിയാം ഒരുപാട് പേരുണ്ട് ബോളി എന്താണെന്ന് അറിയാത്തവർ. ഇതൊരു അപാര കോമ്പിനേഷനാണ് കേട്ടോ. സദ്യയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഉള്ള ഒരു ഒഴിച്ചുവിടാൻ പറ്റാത്ത ഒരു ഐറ്റമാണ്. കാരണം നമ്മളിത് കഴിച്ചു കഴിഞ്ഞാലേ അതിൻ്റെ ആ ഒരു രുചി എന്താണെന്ന് പറയാൻ പറ്റും. അതുകൊണ്ട് ഒരു ബോളി ഞാൻ എടുത്ത് കണ്ട അതിൻ്റെ ആ ഒരു ലെയറായിട്ട് പൊളിഞ്ഞു വരുന്നതാണ്. അപ്പോൾ ഒരു കോഴിക്കോട്ടുകാരി സ്വന്തം നാട്ടിലല്ലാത്തൊരു കാര്യത്തെക്കുറിച്ച് ഈ ഒരു കാര്യം ഇങ്ങനെ പറയുമ്പോൾ അത് അത്രയ്ക്ക് നല്ലതായതുകൊണ്ടായിരിക്കില്ലേ പറയുന്നുണ്ടാവുക. നല്ല ടേസ്റ്റാട്ടോ. നമ്മൾ ഒരു പ്രാവശ്യം ഇതിങ്ങനെ ഉണ്ടാക്കി കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലാ സദ്യക്കും നമ്മൾ ഈ ബോളിയും പായസവും ഉണ്ടാക്കും. നമുക്കത് എനിക്ക് കഴിക്കാൻ ഇല്ലാതിരിക്കാൻ പറ്റില്ല കേട്ടോ. അത്രയ്ക്ക് ഇഷ്ടമുള്ളൊരു കാര്യമാണ് ബോളിയും പായസവും. സദ്യക്കൊന്നും വേണ്ടി ഞാൻ കാത്തു നിൽക്കാറുമില്ല. ഇടയ്ക്കൊക്കെ ഞാൻ എണ്ണങ്ങൾ ഉണ്ടാക്കാറുണ്ട്. ഇതുപോലെ പാൽപ്പായസം ഉണ്ടാക്കുമ്പം ബോളി ഉണ്ടാക്കും, അതിൻ്റെ കൂടെ കൂട്ടി കഴിക്കും. അപ്പം ബോളി എപ്പോഴും തലേ ദിവസം ഉണ്ടാക്കുക, ഫ്രഷ് ആയിട്ട് കഴിക്കാൻ തന്നെയാണ് നല്ല സോഫ്റ്റ്നെസ് ഉണ്ടാവുക. പിറ്റേ ദിവസത്തേക്കും കുഴപ്പമൊന്നുമില്ല. അപ്പം അതുകൊണ്ട് ഓണത്തിൻ്റെ അന്നൊന്നും നമുക്ക് ഇതെല്ലാം ഉണ്ടാക്കാനൊന്നും സമയം കിട്ടിയെന്നൊന്നും വരില്ല. അപ്പം തലേ ദിവസം നമുക്ക് ഉണ്ടാക്കി വെക്കാം. അപ്പം അത്രയേ ഉള്ളൂ. എത്ര പെട്ടെന്ന് കഴിഞ്ഞു നമ്മുടെ ബോളി. അപ്പോൾ ഈ ബോളിക്ക് കൂട്ടാനുള്ള 3 പായസങ്ങൾ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഏതെങ്കിലും ഒരു പായസത്തിൻ്റെ കൂടെ ഈ ഒരു ബോളി ഉണ്ടാക്കി കഴിച്ചു നോക്കണം, സ്പെഷ്യലി ഓണത്തിന്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും, ഞാൻ ഗ്യാരണ്ടി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ്. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. ബൈ.